Hello. So welcome back to vlog 2. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി എത്തിയപ്പോൾ എത്ര മണിയായെന്നറിയോ? ഒരു മണിയായി. എന്നിട്ട് നമ്മൾ വന്നോടെ ഞാൻ ഡ്രസ്സും മാറ്റി ഞാൻ കിടന്ന് ഉറങ്ങി കേട്ടോ. കാര്യം മുഖമൊന്നും കഴുകാൻ പോലും പറ്റിയില്ല, കാരണം അത്രയും ക്ഷീണമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ പോവാണ്. ഡൽഹിയിൽ പോകണം, അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്നലെ സൂപ്പറായിരുന്നു. ഇന്നലെ മൂവിയും കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഡയറക്ഷനൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് എനിക്കൊരു ഇത്തിരി ലാഗുള്ള പോലെ തോന്നി. ചില രണ്ടുപേരും നമ്മുടെ മോഹൻലാലും പൃഥ്വിയും കൂടെ ഒരു അടി ഉണ്ടല്ലോ, അതെനിക്ക് നമ്മുടെ ജില്ലാ സിനിമ ഉണ്ടല്ലോ, അതിൽ നമ്മുടെ വിജയും മോഹൻലാലും കൂടെ ഒരു കോംബോ വരുന്നുണ്ടല്ലോ, അതുപോലെയൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ തോന്നി. പക്ഷെ കൊള്ളായിരുന്നു, നല്ല മൂവിയായിട്ട്, അടിപൊളി മൂവിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പബ്ബിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ രാത്രി ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡൽഹി പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യാൻ പോകണമെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ബൈ. Mainland China is 50 minutes from your location by car in heavy traffic. Oh. ഹായ്. അപ്പോൾ ചേട്ടാ, ഇന്ന് നമ്മൾ പോകുന്ന റെസ്റ്റോറന്റ് എന്താണ് പ്രത്യേകത? ഇതിപ്പോൾ നമ്മൾ പോകുന്ന റെസ്റ്റോറന്റിന്റെ പേര് മെയിൻലാൻഡ് ചൈനയാണ്. മെയിൻലാൻഡ് ചൈന ഇത് ഇന്ത്യ മൊത്തമുള്ള ഒരു വലിയ ഫ്രാഞ്ചൈസി റെസ്റ്റോറന്റ് ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒത്തന്റിക് എന്ന് ഞാൻ പറയില്ല, കാരണം ഒത്തന്റിക് ചൈനീസ് നമുക്ക് കഴിക്കാൻ പറ്റില്ല ആസ് ഇന്ത്യൻസ്. ഇത് ഒരു ഇന്ത്യൻ ബെലിക്ക് വേണ്ടി ഫ്ലേവർ ഇത് വെച്ചിട്ടില്ല, പക്ഷെ നോർമൽ ഒരു ഇന്ത്യൻ ചിക്കൻ ഫ്രൈഡ് റൈസ് പോലത്തെ അല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇറ്റ്സ് വെരി ടോപ്പ് ക്ലാസ്. നമ്പർ 1, അവരുടെ ഡിഷസ് എല്ലാം വെരി പ്രീമിയം ആണ്, നല്ല ടേസ്റ്റിയാണ്. എസ്പെഷ്യലി നമ്മൾ മോമോസ് കഴിക്കും നോർമൽ റെസ്റ്റോറൻറ്റിലും, ഇവരവിടുത്തെ മോമോസ്, ഇവരെന്നെ ഡംപ്ലിംഗ് എന്ന് പറയുക, നല്ല ടേസ്റ്റാണ്. പ്ലസ് ഇവരുടെ ഫ്രൈഡ് റൈസ്, ഇവരുടെ ഹണി ഗ്ലേസ് ചിക്കൻ, ഇറ്റ്സ് മൗത്ത് വാട്ടറിങ് ആൻഡ് യമ്മി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണത്തെക്കാൾ കൂടുതലും അവരുടെ ആംബിയൻസ് ആണ്. നിങ്ങൾക്ക് ശരിക്കും ഒരു മാൻഡറിൻ ഫീൽ കിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. പ്ലസ് അവരുടെ ഡ്രിങ്ക്സ്, അവരുടെ മൊഹിറ്റോസ്, ഡിസേർട്ട്, ചൈനീസ് ഡിസേർട്ട്സ് ആർ വെരി നൈസ്. എസ്പെഷ്യലി പഴംപൊരി പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് വെരി നൈസ്. അതിന്റെ ഫ്രിറ്റർ എന്ന് പറയാം, നന്നായിട്ട്. ഓവറോൾ ഇറ്റ്സ് എ വെരി ഗാസ്ട്രോണോമിക്കൽ എക്സ്പീരിയൻസ്. അത്രേ ഉള്ളൂ. അവിടെ പോയിട്ട് നമുക്ക് കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം. എക്സ്പീരിയൻസ് ചെയ്യാം. അയ്യോ ദേ ഭായി, നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്ക് വെച്ചാൽ അസാധ്യ ബ്ലോക്കായിരുന്നു. അയ്യോ ഒന്നും പറയണ്ട. വിശന്നിട്ടാണെങ്കിൽ കണ്ണു കാണാനും പറ്റുന്നില്ല. എനിക്കും വിശക്കുന്നു, ചേച്ചിക്കും വിശക്കുന്നു. നിങ്ങൾക്ക് കാണാം, ഫ്രണ്ടിൽ മൊത്തം ബ്ലോക്കായിരുന്നു കേട്ടോ. ഒരു അടി പോലും പോകുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇതേ അറ്റ് ലാസ്റ്റ് നമ്മൾ അവിടെ എത്തി. ഹലോ, സോ വി റീച്ച് ടു മെയിൻലാൻഡ് ചൈന റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഒരു 30 കിലോമീറ്റർ അങ്ങോട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗുരുഗ്രാമിൽ നിന്ന്. സോ ഇറ്റ് വുഡ് ബി ഗുഡ് നമ്മുടെ ഗുരുഗ്രാമിലും കൂടെ ഈ മെയിൻലാൻഡ് ചൈന തുടങ്ങിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ വാല പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ നമുക്കിത് പോവാം, എങ്ങനെയാണ് ഫുഡ് എന്നൊക്കെ നോക്കാം. അങ്ങനെ നമ്മൾ മെയിൻലാൻഡ് ചൈനയിലെത്തിയിട്ട് ഇതാട്ടോ അവരുടെ ഫ്രണ്ട് എൻട്രൻസ് ഒക്കെ. ഇപ്പം നമുക്ക് നമ്മുടെ ചേട്ടൻ അറിയാമല്ലോ, ചേട്ടൻ എവിടെ പോയാലും ഫോട്ടോ എടുക്കാണ്ട് വിടില്ല. അപ്പോൾ പുറത്തു നിന്നൊരു പുള്ളിക്കാരനെ പിടിച്ചു നിർത്തി നമ്മുടെ ഫോട്ടോ എടുപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സീൻസാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറുവാണ്. നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദിസ് ഈസ് ബംഗാളി കുസീൻ ആയിരുന്നു കേട്ടോ അവിടെ കണ്ട.
മെയിൻലാൻഡ് ചൈന എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അറിയോ? നമ്മുടെ ഡൽഹിയിലെ ഗ്രേറ്റർ കൈലാഷ് 3 എന്ന് പറഞ്ഞിട്ട് ഇത് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ GK3 ലൊക്കേറ്റ് ചെയ്തിരിക്കുക. അത് നോക്കി നമ്മുടെ പത്മനാഭൻ കിടക്കുന്ന പോലെയില്ലേ, നമ്മുടെ ബുദ്ധയാണത്. പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അതുപോലെ ഇവർക്ക് എടുത്ത് പറയേണ്ട ഒരു സാധനം വെച്ചാൽ ഇവരുടെ ഫുഡ് അസാധ്യ ടേസ്റ്റായിട്ടോ. ഞാൻ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഇത്രയും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചൈനീസ് ഫുഡ് കഴിക്കുന്നത്. സാധാരണ കുറേ സോസസും അതും ഇതും ഒക്കെ ഇട്ട് വാരിയിട്ട അങ്ങനത്തെ ഒരു ചൈനീസ് ഫുഡൊക്കെയാണ് ഇത്ര നാൾ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടുത്തത് പറയാനേ ഇല്ല, അസാധ്യ ടേസ്റ്റായിരുന്നു. ഓരോ ഫുഡിനും ഓരോ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു, എനിക്ക് ഒന്നും പറയില്ല. ഇത് ഞാൻ നമ്മൾ മിസ്റ്റർ ബീനിലെ ഒരു എപ്പിസോഡില്ലേ, പുള്ളിക്കാരൻ കഴിക്കുന്നതാണ്, അതുപോലെ ഞാൻ ചുമ്മാ കളിയാക്കി കാണിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്ത സൂപ്പാട്ടോ, മാൻചൗ സൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കൂടെ ക്രിസ്പി നൂഡിൽസും തന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്കൊന്നാണ് ട്രോട്ടിന് ഒരു ചെറിയ പ്രശ്നമായിട്ട് ഇരിക്കുകയായിരുന്നു, അന്നേരം ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചില്ലി ചിക്കൻ ആട്ടോ. ചുമ്മാ ഇങ്ങനെ സോസസൊക്കെ വാരി ചുമ്മാ ഇട്ട് അങ്ങനത്തെ ചില്ലി ചിക്കൻ അല്ലായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അത് നമുക്ക് ഞാൻ കഴിക്കുന്ന എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് വെറുതെ കാണിക്കുന്നതല്ല, ശരിക്കും ഉള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളിത് പോയി ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. നമ്മുടെ ഓരോരുത്തരുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവും, നല്ല സാധനമായിരുന്നു കേട്ടോ. ഫസ്റ്റിലത്തെ സ്റ്റാർട്ടേഴ്സ് ചില്ലി ചിക്കനാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇവർ ഒരു സാലഡും കൂടെ തരുന്നുണ്ട് കേട്ടോ, ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എന്തോ ഒരു ചെറിയൊരു മധുരം ഉണ്ടെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫിഷിൻ്റെ ഐറ്റം കേട്ടോ. ഇതും അടിപൊളി ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ ഇനി തൊട്ട് ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. പക്ഷേ എനിക്കിതിൻ്റെ പേരറിയില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. ഇത് നമ്മൾ മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് പ്രോൺസിൻ്റെ ഒരു മോമോസ്, ഫിഷിൻ്റെത്, ചിക്കൻ്റെ, അങ്ങനെയായിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് ഓർഡർ ചെയ്തത്. അടിപൊളി ടേസ്റ്റായിരുന്നു, അതും സൂപ്പറായിരുന്നു. ഞാൻ ചിലപ്പോൾ പ്രൈസ് നോക്കും കേട്ടോ, എന്താണ് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഫുഡിനൊരു 600-700 ആണെങ്കിൽ അത് ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിന് എന്തോ ഒരു ഫീലിംഗ്. ഒരു ചൈനീസ് ആയിരിക്കും. അടുത്തത് വന്നത് ഒരു ബട്ടർ ഗാർലിക് പ്രോൺസ് ആയിരുന്നു കേട്ടോ. എൻ്റെ അമ്മ, ഇതും അസാധ്യ ടേസ്റ്റായിരുന്നു. നിങ്ങൾ ഇവിടെ പോവുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം, അപ്പോൾ അന്നേരം മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന്. ഇതൊരു അസല് സാധനമായിരുന്നു, ഇതും സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ തനിക്കുട്ടിക്ക് നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അവൾക്ക് ഞാൻ സ്റ്റാർട്ടേഴ്സ് ഇല്ലേ, അതിൽ ഫിഷ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് പ്രോൺസ്, ഇത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതും അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അവൾക്ക് അല്ലാണ്ട് കുറച്ച് നൂഡിൽസ് അവർ ബട്ടറിലൊന്ന് സോട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും അവൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം അത് പ്രോൺസ് എടുത്ത് കഴിക്കാൻ നോക്കിയപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾ ഇടയ്ക്കൊരു ശബ്ദം കേട്ടോ. എല്ലാം അവർ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതുപോലും അടിപൊളിയാണ്. എല്ലാവർക്കും സെർവ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അവരുടെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് എന്തുവാണ്, ഫ്രൈഡ് റൈസും പിന്നെന്താ നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നൂഡിൽസ് ഇഷ്ടമായി. പിന്നെ ഇതൊരു ഇതെന്ത് സാധനമായിരുന്നു, ഇത് മട്ടൻ്റെ എന്തോ ഒരു ഐറ്റമായിരുന്നു. എനിക്ക് പക്ഷെ നൂഡിൽസ് ഇഷ്ടമായി. എനിക്ക് ഫ്രൈഡ് റൈസും എനിക്ക് ലാം സംതിങ് എന്തോ ആയിരുന്നു, ലാം റിലേറ്റഡ് എന്തോ ഒരു ഡിഷായിരുന്നു. പക്ഷെ എനിക്കത് അങ്ങോട്ട് അത്ര ഇഷ്ടമായില്ല. നൂഡിൽസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി.
അവർ ആ ലാമ്പിൻ്റെ ആ ഡിഷ് ഉണ്ടല്ലോ അതിപ്പോൾ സെർവ് ചെയ്യുന്നുണ്ടേ. അത് കഴിച്ചിട്ട് എനിക്ക് യാതൊരു അങ്ങോട്ട് കൊള്ളാം, സംഭവം കൊള്ളാം. പക്ഷെ നമ്മൾ ചില ഈ ഇത്രയും കഴിച്ച് വന്ന ഐറ്റത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേനും എനിക്കിത് ഇത്തിരി, പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമായി കേട്ടോ. എനിക്ക് തോന്നുന്നു എനിക്ക് ബാക്കി ഇതിനേക്കാട്ടിലും മുന്നേ ഉള്ള ആ ഫിഷും ചിക്കനും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. ഇത് അങ്ങനെ തോന്നുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ പറയേണ്ടത് ഇവരുടെ വാഷ്റൂം ഉണ്ടല്ലോ, അടിപൊളി. ഇതാട്ടോ അവരുടെ വാഷ്റൂം. ഞാൻ ഇതിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റയിലൊക്കെ ഇട്ടൊക്കെ നടന്ന് നിന്നിട്ട് അങ്ങനെയൊക്കെ ഞാൻ കുറേ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഞാൻ കുറേ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ആ ഒരു ലൈറ്റിങ്ങും ആ ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ചൈനീസ് ടീ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ എനിക്ക് ടേസ്റ്റ് ചെയ്ത് ചൈനീസ് ടീ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്താ ജാസ്മിൻ അങ്ങനെ എന്തൊക്കെയോ ഉള്ളൊരു സാധനമായിരുന്നു തോന്നുന്നത്. പക്ഷെ എനിക്കിത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. എനിക്ക് ഗ്രീൻ ടീ എഫക്റ്റ് ഒക്കെയാണ് തോന്നിയത്. എനിക്കങ്ങോട്ട് അത്ര ഇഷ്ടമായില്ല. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു ഈ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയ ഷെഫിനെ കണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ ഇതിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഫുഡിനെ പറ്റി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങോട്ടും ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് താഴത്തെ ഫ്ലോറിൽ വന്നപ്പോൾ ഇതൊക്കെ ബംഗാളി ക്യുസീനായിരുന്നു കേട്ടോ. അവരുടെ കുറേ ഐറ്റംസൊക്കെ ആയിരുന്നു ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മെയിൻ ലാൻഡ് ചൈനയിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് അല്ലേ? എങ്ങോട്ട് പോകുന്നു? എങ്ങനെയുണ്ട് ഫുഡ്? നമുക്ക് ഇഷ്ടമായോ? ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ലജ്പത് നഗർ ഷോപ്പിംഗ്. നമ്മൾ മറ്റേത് ഡ്രോപ്പ് ചെയ്തു അല്ലേ? നമ്മുടെ സരോജിനി പോകുന്നുണ്ടോ? സരോജിനി പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. വെള്ളം വെള്ളം ലക്ഷ്മിജി വെള്ളം. എന്തുണ്ട് വിശേഷം? എന്തുണ്ട് വിശേഷം? എന്തുണ്ട് വിശേഷം? നല്ലതാണോ? മീട്ടാപ്പാൻ കഴിക്കുന്നത് നല്ലതാണോ? ഹെൽത്തിന്, ആരോഗ്യത്തിന് നല്ലതാണോ? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. സൂപ്പർ ആയതല്ലേ ഞാൻ ഓക്കെ. റെഡി? ഒന്ന് മുറിക്കാലോ.
അതെ എന്തിനു പറ്റി അമ്മച്ചി? വായിൽ എന്ത് എരിയുന്നു? ഇഡലിയ? അയ്യോ. ഹലോ. അപ്പൊ അതെ നമ്മുടെ ലാജ്പത് നഗറിലേക്ക് വന്നിട്ടുണ്ട്. ഒരു മാർക്കറ്റ് ആട്ടോ, സരോജിനി മാർക്കറ്റ് പോലെ ഒരു മാർക്കറ്റ് കണ്ടാണ്. നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. നമ്മൾ ദേ ലാജ്പത് നഗർ മാർക്കറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ദേ ഇതിലാട്ടോ പോകുന്നത്. ഇതിന് പറയാം സൈക്കിൾ റിക്ഷ അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിഞ്ഞൂടാ, ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് മുന്നേ നമ്മൾ ഡൽഹിയിൽ പോയപ്പോൾ ഇവിടെ ഇതിൽ കയറിയിട്ടുണ്ടോയെന്നോ എനിക്കിതിൽ യാതൊരു ഓർമ്മ കിട്ടില്ല. എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ തനിക്കുട്ടി ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ മണ്ടയിൽ കയറി ഇരിക്കുന്നത്. അങ്ങനെ അത് ഇതിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. ഇതാകുമ്പോഴത്തേന് ട്രാഫിക്കൊന്നും അങ്ങനെ നോക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പൊക്കോളും കേട്ടോ, അതുകൊണ്ട് വലിയ സീനില്ല. അതേ അവിടെ ചേച്ചിക്കും ചേട്ടനുള്ള ഫോട്ടോഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുഖത്ത് നല്ല എക്സൈറ്റ്മെൻറ്റ് കാണാം. കാര്യം എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിലിരുന്ന് പോകുന്നത് കണ്ടിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ കാണുന്ന റോഡില്ലേ അതാട്ടോ ലാജ്പത് മാർക്കറ്റ്. എന്തൊക്കെയുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അവര് പോകുന്നു. അങ്ങനെ ദേ നമ്മൾ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അയ്യോ, നിറച്ച് ഷോപ്പാണ്. ഫുൾ ചുറ്റിനും ഇങ്ങനെ 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 ഷോപ്പ് ഇങ്ങനെ അടിക്കടിക്കടിക്കടിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ദേ ഈ പയ്യനുണ്ടല്ലോ, പയ്യന്റെ പരിപാടി എന്താണെന്ന് അറിയോ? ഇങ്ങനെ ടോയ്സുമായിട്ട് നടന്നിട്ട് ഇങ്ങനെ തനിക്കുട്ടി ഇങ്ങനെ ഇങ്ങനെ നമ്മളെ ഒക്കെ തിരിക്കുകയല്ലേ, ഈ ടോയ് കൊണ്ട് അവൾക്ക് കൊടുക്കും. എന്നിട്ട് പിന്നെ ഈ കുട്ടി പറയാന്ന് വെച്ചാൽ നമുക്ക് പൈസ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അപ്പം ഇത് കണ്ടപ്പോഴത്തേന് ഞാൻ ശ്രീനോട് പറഞ്ഞപ്പോൾ ശ്രീ പറഞ്ഞു, അയ്യോ ഇതെന്താ പൈസ മേടിക്കാൻ പോകുന്നത്? അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ പൈസ നിർബന്ധിച്ച് കൊടുത്തു. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേന് സംഭവം ഇതാണെന്നുള്ള പിടി വെച്ച് എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആൾ പോവാ. അപ്പം എല്ലാവരും കൊണ്ട് പൈസ കൊടുക്കുമല്ലോ. ഇതാണ് ആ കൊച്ചിൻ്റെ പരിപാടി. പക്ഷെ നമ്മൾ കൊടുത്തു കേട്ടോ. അങ്ങനെ ഇവിടെ അങ്ങനെയൊക്കെയാണല്ലോ, ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. അങ്ങനെ ഇവിടെ മൊത്തം ഇങ്ങനെ ഇങ്ങനെ അടിക്കടിക്കടിക്കടിക്ക് ഇങ്ങനെ ഷോപ്പാട്ടോ. നല്ല അടിപൊളി എന്താ പറയുക, അനാർക്കലി ലെഹങ്കാസ്, അങ്ങനത്തെ ഒരു ലെഹങ്ക മോഡല്. പിന്നെ ദേ നമ്മുടെ എന്താ പറയുക, ഇതിനെന്താ പറയുക, എന്താ ശരാരയോ അങ്ങനെ കണ്ടല്ലേ പറയാം, അത് അങ്ങനത്തെ ഐറ്റംസ് അടിപൊളി. നമുക്ക് ഈ ഫെസ്റ്റിവലിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ആ ശരാരയ്ക്ക് ഇപ്പോൾ കണ്ടതിന് എത്ര 11,000 10,000 അങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. അതുപോലെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സുകളും അടിപൊളി ഉണ്ട് കേട്ടോ. അടിപൊളി, നല്ല നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ റെഡിമെയ്ഡ് ബ്ലൗസ്, നമ്മുടെ ബെഡ്ഷീറ്റ്, കേർട്ടൻസ്, പിന്നെ എന്താ ഫോൺ ആക്സസറീസ്, പിന്നെ നമ്മുടെ എന്താ ജ്വല്ലറീസ്, ഇതൊക്കെ നമ്മുടെ കമ്മല്, മാല, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഇത്തിരി കമ്മിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്കിയുള്ള ഈ ഡ്രസ്സ് ഐറ്റംസൊക്കെ ഒരുപാട് കളക്ഷൻ ഉള്ള പോലെ തോന്നി. അതിനിടയ്ക്ക് വെച്ചിട്ട് നല്ല ദാഹം ഉണ്ടായി. അപ്പോഴത്തേന് ദേ വന്ന് ഞാൻ നാരങ്ങ വെള്ളം മേടിച്ച് കുടിച്ചു. പക്ഷെ നാരങ്ങ വെള്ളത്തിൽ ഇവന്മാർ എന്തൊരു മറ്റേ ചാട്ട്പൊടിയില്ലേ അത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ പോയത്. കാര്യം എനിക്കതങ്ങോട്ട് ഇത്ര ഇഷ്ടമായില്ല. ദേ ഈ ലെഹങ്കാസൊക്കെ അടിപൊളിയായിട്ടില്ല, നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. ഇതിനൊക്കെ എത്ര റേറ്റ് വരും ഞാൻ മറന്നു കേട്ടോ, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും എബവ് 15 അല്ല, അതിൻ്റെ താഴെ എങ്ങാണ്ടാണ്. പക്ഷെ എന്നാലും അടിപൊളി ഐറ്റംസ് ആയിരുന്നു, നല്ലതായിരുന്നു. ചേച്ചി കുറച്ച് ടോപ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇവിടുന്ന്, നല്ലതായിരുന്നു. എനിക്ക് ഈ വൈറ്റ് ലെഹങ്ക എനിക്കിഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ലെഹങ്ക കേട്ടോ, ഒരു ബ്രൗൺ കളർ. ദേ ഈ കാണുന്ന ബ്രൗൺ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കറിയില്ല, നാട്ടിലൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ സാധനത്തിനൊക്കെ ഒരു എന്താ പറയുക, ഈ ലെഹങ്കയ്ക്കൊക്കെ 25 ഒക്കെ റേഞ്ച് വരത്തില്ലേ. ഇവിടെ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇൻസെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഈ വെസ്റ്റേൺ വെയറും പിന്നെ ഷോർട്ട് ടോപ്സും ജംപ് സ്യൂട്ട്സും പിന്നെ അങ്ങനത്തെ കുറേ അടിപൊളി
ഇഷ്ടം പോലെ ടോപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അടിപൊളി ഒത്തിരി നിലയുണ്ട് കേട്ടോ. നമ്മൾ 2 നില കയറിയിട്ട് പിന്നെ തിരിച്ചിറങ്ങി. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഷോർട്ട് ടോപ്സും ടാങ്ക് ടോപ്സ് അങ്ങനത്തെ, അതും വെറൈറ്റി കളേഴ്സും അങ്ങനത്തെ നല്ല രസമുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ എല്ലാം ഇങ്ങനെ ഇട്ട് നോക്കാനൊക്കെ തോന്നും. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ടൊക്കെ. പിന്നെ ഈ നമ്മുടെ ലാജ്പത് നഗർ വന്നിട്ട് ട്യൂസ്ഡേ ടു സൺഡേ വരെ രാവിലെ 10 മണി തൊട്ട് രാത്രി 9 മണി വരെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. തിങ്കളാഴ്ച ദിവസം ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ ഇത് ബാഗിനൊക്കെ കളക്ഷൻ ഉണ്ട്. എനിക്ക് ബാഗിൻ്റെ ഒക്കെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഈ ലെഹങ്ക പോലത്തെ നമ്മൾ പാർട്ടി വെയർ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. അല്ലാത്ത ടോപ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ലാസ്റ്റ് ചെയ്യുമെന്ന്. കാരണം നമ്മളത് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴുകുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റി പോവുമായിരിക്കും. കാരണം ലെഹങ്കയും ബാക്കി കാര്യങ്ങളും പാർട്ടി വെയർ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ നനയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് ലാസ്റ്റ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. മറ്റൊക്കെ അങ്ങ് കേടായി ഇപ്പം ചിലപ്പോൾ നൂലിളകി വരും, അങ്ങനത്തെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചാൻസസ് ഉണ്ട്. പക്ഷെ നല്ല പിന്നെ ബാർഗെയിനിങ് ഒന്നും ഇവിടെ നടക്കില്ല കേട്ടോ. അവർ ഫിക്സഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ല രീതിക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അക്ഷരം പോലും അവർ കുറയ്ക്കത്തില്ല. പിന്നെ അതേ തനിക്കുട്ടി കരഞ്ഞാകെ തളർന്നു പോയി വേണമെങ്കിൽ പറയാം. കാരണം അവൾക്ക് അവൾക്ക് മതിയായി. അപ്പോൾ നമ്മളത് തിരിച്ചു പോവാണ്. ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. പിന്നെയും നമ്മൾ സൈക്കിളിൽ തന്നെയാണ് പോകുന്നത്. തിരിച്ചും അങ്ങോട്ട് അങ്ങനെ. തിരിച്ചു വന്നപ്പോൾ ഇത്തിരി ചുറ്റായിരുന്നു. കാര്യം അവിടെ മൊത്തവും ബ്ലോക്കായിട്ട് ഇങ്ങനെ എല്ലാവരും സ്റ്റക്കായിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് തിരിച്ചു പോകാനും പറ്റില്ല. തിരിച്ച് നമുക്ക് അങ്ങനെ കയറി പോകാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ലക്ഷ്മി ചേച്ചി കേട്ടോ. വന്ന ആളല്ല തിരിച്ചു പോകുന്നത്. തല ഉച്ചി തൊട്ട് ഉപ്പൂറ്റി വരെ എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാം ചേഞ്ച് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ഉള്ള പോക്കാണ്. അങ്ങനെ നല്ല ടയേർഡായിരുന്നു കേട്ടോ. അയ്യോ, വീട്ടിൽ പോയാണ് തന്നെ തനിക്കുട്ടിക്ക് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ അവൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഡയപ്പറും അതൊക്കെ മാറ്റി ഞാനും ലക്ഷ്മി ചേച്ചി ഇങ്ങനെ വീഴുമെന്ന അവസ്ഥയിൽ അങ്ങനെ നല്ല ടയേർഡായിരുന്നു. നമുക്കായിട്ട് സംസാരിക്കാൻ പോലും വയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ഉറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുങ്ങി ചമഞ്ഞൊക്കെ രാത്രി എങ്ങോട്ടോ അല്ല, അവർ പാർട്ടി ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പം സമയം എന്തായി? എൻ്റെ അടുത്ത് 9 മണി ആയിട്ടുണ്ടല്ലേ. അവർ ഇനി ഇപ്പോഴൊന്നും പ്രതീക്ഷിക്കണം. അവർ മിക്കവാറും ഇനി വെളുപ്പിനായിരിക്കും വരിക. അപ്പോൾ അവരെ നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാനും ചേച്ചിയും കിടക്കാനായിട്ട് പോയി. ഇനി പിറ്റേ ദിവസം എപ്പോഴാണ് എണീക്കണേന്ന് അറിയില്ലല്ലോ. കാര്യം ഇവർ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇനി ബ്രഞ്ചിലേക്ക് ഡയറക്റ്റ് പോകാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ വേറെ ഒന്നുമില്ല ഗായ്സ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വ്ലോഗ് 3 കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ.